പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഡെയിലി ബ്ലെസ്സിങ് ടൈമിലൂടെ ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ദൈവവചന സന്ദേശങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അനേകർക്ക് ദൈവത്തിൻ്റെ വചനം ആശ്വാസമായ അനുഗ്രഹമായി തീരാൻ ദൈവം നിങ്ങളിലൂടെ ചെയ്യുന്ന വലിയ ശുശ്രൂഷകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ഡെയിലി ബ്ലെസ്സിങ് ടൈമിൽ ദൈവവചനം നമ്മൾ ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ദൈവം സംരക്ഷകനായ ദൈവമാണ്. ഏതെങ്കിലും വിഷയങ്ങളിൽ ഭയത്തോടെ, ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഭയത്തോടെ ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭയമെല്ലാം ദൈവം ഇന്ന് മാറ്റി നിങ്ങൾക്ക് സന്തോഷവും സംരക്ഷണവും തരുന്നൊരു ദൈവമുണ്ടെന്ന് ഒരിക്കൽ കൂടെ അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന സമയത്ത് ക്രൂശിൽ കിടന്നുകൊണ്ട് താൻ സംസാരിച്ചതായ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു റോമ ക്രൂശിൽ 6 മണിക്കൂറുകൾ താൻ അസഹനീയമായ വേദനകളാൽ ഭാരപ്പെട്ടുകൊണ്ട് ക്രൂശിൽ കിടക്കുമ്പോൾ യേശു സംസാരിച്ച വേറൊരു കാര്യമാണ് ആ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 26 വാക്യത്തിൽ യോഹന്നാൻ പങ്കുവയ്ക്കുന്നത്. യോഹന്നാൻ 19:26. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. യേശു പറയുകയാണ്, ഇതാ നിന്റെ മകൻ എന്ന്. മറിയ യോഹന്നാന്റെ അടുക്കൽ നിൽക്കുന്നത് കാണുകയാണ്. യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് കാണുകയാണ്. തന്നെ പ്രസവിച്ച തൻ്റെ മാതാവ് യോഹന്നാന്റെ അടുക്കൽ നിൽക്കുന്നത് കാണുകയാണ്. എന്നാൽ യേശു പറയുകയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. എന്നിട്ട് യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ എന്ന്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മരിക്കാൻ പോകുകയാണെന്ന് യേശുവിന് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ യേശു ക്രിസ്തു മരിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ ആരുടെ അടുക്കൽ പോകും, എവിടെ ആയിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളിൽ യേശു ഒരു തീരുമാനം പറയുന്നു. യോഹന്നാന്റെ അടുക്കൽ യേശുവിൻ്റെ അമ്മ മറിയ നിൽക്കുമ്പോൾ പറയുന്നു, ഇതാ നിന്റെ മകൻ. എന്നിട്ട് യോഹന്നാനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഏതൊരു മകനും തൻ്റെ രക്ഷിതാക്കളെ സംരക്ഷിക്കേണ്ടുന്ന ചുമതല മക്കൾക്കുണ്ട്, മകനുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, അത് ആദ്യജാതനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. മറ്റു മക്കളുകളുള്ള ഒരു കുടുംബത്തിലെ രക്ഷിതാക്കൾക്ക് ആദ്യജാതൻ ഈ രക്ഷിതാക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിലും എല്ലാ മക്കളും രക്ഷിതാക്കളെ നോക്കണം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന് തൻ്റെ അമ്മയെ സംരക്ഷിക്കേണ്ടുന്ന ചുമതലയുണ്ട്. യേശു മരിക്കാൻ പോകുകയാണ്. എന്നാൽ അതിനു മുൻപ് മറിയയ്ക്ക് വലിയ സംരക്ഷണം യേശു നൽകുകയാണ്. യേശു യോഹന്നാന് യേശുവിൻ്റെ അമ്മ മറിയെ ഏൽപ്പിച്ചു കൊടുക്കുകയും മറിയയ്ക്ക് തൻ്റെ ശിഷ്യനാകുന്ന യോഹന്നാന്
മറിയയെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ഇതാ നിന്റെ മകനെന്നും ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞ് തമ്മിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. തൻ്റെ അമ്മയെ താൻ സംരക്ഷണം ചെയ്യുകയാണ്. യേശു എപ്പോഴും ദൈവിക നിയമത്തെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നൊരു കർത്താവാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നത്. തൻ്റെ മാതാവിനെ സംരക്ഷിക്കേണ്ടുന്ന ചുമതല യേശുവിനുണ്ട്. അതൊരു ദൈവികമാണ്. എന്നാൽ യേശുവിൻ്റെ മരണത്തിനു മുൻപ് യേശു ആ പ്രവൃത്തിയും കൂടെ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മയെല്ലാം ഓർക്കുകയും നമ്മയെല്ലാം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. നമ്മളെ അനാഥരായി വിടാൻ ദൈവത്തിന് ഇഷ്ടമില്ല. നമ്മുടെ ഉറ്റവരായി ഉടയവരായി നമ്മളോട് കൂടെ ഇരുന്ന് നമ്മെ സംരക്ഷിക്കുവാൻ യേശുവിന് ആഗ്രഹം ഇന്നും ഉണ്ട്. അവനിൽ ആശ്രയിക്കുന്ന ഓരോ മക്കളെയും അവൻ സംരക്ഷിക്കുന്ന നല്ല യേശു ക്രിസ്തുവാണ്. ആകയാൽ നമുക്ക് ഈ വചനത്തെ ഒന്ന് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാം, എൻ്റെ യേശു എന്നെ സംരക്ഷിക്കുന്നവനാണ്. എൻ്റെ മക്കളെ എൻ്റെ യേശു സംരക്ഷിക്കുന്നവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ യേശു സംരക്ഷിക്കുന്നവനാണ്. ഈ ഡെയിലി ബ്ലെസ്സിങ് ടൈമിലൂടെ ദൈവവചന ചിന്തകളോ ധ്യാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ യേശു സംരക്ഷിക്കുന്നവനാണ്. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഒരു വലിയ ദൈവിക സംരക്ഷണം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. നിങ്ങൾ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ തലമുറകളെ കുറിച്ചിട്ടുള്ള ഭാരങ്ങൾ മാറ്റി നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്ന യേശുവിൻ്റെ കരത്തിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം അവരെ സംരക്ഷിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ ആ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കും. പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവേ, അങ്ങയുടെ തിരുവചനം അങ്ങ് യോഹന്നാനെ യേശുവിൻ്റെ കർത്താവെ അമ്മയുടെ അടുക്കൽ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവേ, അങ്ങയുടെ അമ്മയെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു വലിയ സംരക്ഷണം ചെയ്യുന്ന ഒരു യേശുവിനെ ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തിൽ കാണുന്നു. ക്രൂശിൽ മരിക്കുവാൻ പോകുന്നതിൻ്റെതായ തൊട്ടു മുൻപ് പോലും കർത്താവെ തൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വമുള്ള ഞങ്ങളുടെ യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെയെല്ലാം ദുഷ്ടനിൽ നിന്ന് സംരക്ഷിച്ച് നാളിതുവരെയും നടത്തിയതിനായിട്ട് സ്തോത്രം. വിശേഷാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ് ടൈമിലൂടെ ഈ ശുശ്രൂഷകളിൽ കർത്താവെ പങ്കാളികളാകുന്ന, പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സംരക്ഷിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന, മക്കളുടെ സംരക്ഷണമില്ലാതെ പിശാച് തകർത്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ നീറുന്ന വിഷയങ്ങളുമായി ഭാരപ്പെടുന്ന രക്ഷിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം സംരക്ഷകനാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവരുടെ മക്കളെ അങ്ങ് സംരക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്ന് വിടുവിക്കണമേ. അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനിടയാക്കണം. അങ്ങ് സംരക്ഷിക്കുന്ന ദൈവമാണ്. അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ വിശ്വസിക്കും. അങ്ങയുടെ സംരക്ഷണം ഉണ്ട്. അങ്ങയുടെ സംരക്ഷണം ഈ ദിവസങ്ങളിൽ ഓരോ കുടുംബങ്ങളും അനുഭവിക്കട്ടെ. അങ്ങയുടെ സംരക്ഷണം ഓരോ മക്കളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. അങ്ങ് സംരക്ഷിക്കുന്ന ദൈവമാകയാൽ നന്ദി. കൃപയിൽ പൊതിയും. പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, അവർ ഈ സന്ദേശം കേൾക്കുകയാണ്. അത് ഭയത്തോടെ അവർ ഈ നാളുകൾ കഴിയുമ്പോൾ അവർക്ക് വലിയ സംരക്ഷകനായൊരു ദൈവമുണ്ടെന്ന്
അങ്ങ് സംരക്ഷിക്കുന്ന ദൈവമാണെന്ന് അവർ കേൾക്കാൻ ഈ വീഡിയോകൾ അനേകർ ഷെയർ ചെയ്ത് അവരിലേക്ക് അത് എത്തിക്കുവാൻ ഇടയാകട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവേ, അങ്ങ് സംരക്ഷകനാണെന്നറിഞ്ഞ് ദൈവസ്നേഹത്തെ അവർ രുചിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവെ അവരുടെ ജീവിതം അനുഗ്രഹമാകുവാനും ഇടയാക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം സംരക്ഷകനായ ദൈവമാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും അവൻ സംരക്ഷിക്കും. ഭയപ്പെടാതെ കർത്താവിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം പ്രാർത്ഥിച്ചു. വലിയ സംരക്ഷണം കർത്താവ് നിങ്ങൾക്ക് നൽകും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.